അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാലക്കാട് കോട്ടയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിനുള്ളിലുള്ള ആ വ്യൂ പോയിൻ്റ് ഇപ്പം നല്ല വെള്ളമുണ്ട് കേട്ടോ, വെള്ളം മീനുകളൊക്കെ നിറയെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ അതിനുള്ളിലാണ് പോകാൻ പോണത്. ഇതാണ് മുൻവശം. നിങ്ങൾ വേറെ ജില്ലകളിലുള്ളവരൊക്കെ കാണാറുണ്ടല്ലോ, അപ്പോൾ ഇതാണ് മുൻവശം. നമ്മളിപ്പോൾ അതിനുള്ളിലേക്ക് പോകാൻ കേട്ടോ. അതായത് പാലക്കാട് കോട്ടയിൽ ഈ സ്ഥലങ്ങളെ കാണാൻ വേണ്ടിയിട്ട് കുറേ ജില്ലകളിൽ നിന്ന് ടൂർ വരാറുണ്ട് കേട്ടോ. ഈ സ്കൂൾ പിള്ളേർ അതുപോലെ തന്നെ കുറേ അധികം ആൾക്കാർ ഇങ്ങനെ ടൂർ വരാറുണ്ട്. അതിനുള്ള പാർക്കിംഗ് പ്ലേസാണ് ഇവിടെ കാണുന്നത്, കണ്ടില്ലേ. നേരെ അതിൻ്റെ ഉള്ളിലേക്കാണ് പോകാൻ പോകുന്നത്. അധികം നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ ഉള്ളിൽ, നല്ല മരങ്ങളും ആയതുകൊണ്ട് ഭയങ്കര തണുപ്പുണ്ട് ഉള്ളിൽ. ഞാനിപ്പോൾ ഇതാ നേരെ കോട്ടയുടെ സെൻറ്റർ എത്തിയിരിക്കുക കേട്ടോ. സെൻറ്റർ എന്ന് വെച്ചാൽ ഉള്ളിൽ പോകുന്ന സ്ഥലം. അപ്പോൾ ഇതാണ് വാടിക, കണ്ടില്ലേ. ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് കുട്ടികൾ കളിക്കാനുള്ള ഓരോ റൈഡുകളും അതുപോലെ കുറേ ഗെയിംസ് കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ സ്ഥലങ്ങളൊക്കെ ഉള്ളതാണ് ഈ വാടിക എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ വാടികൻ്റെ ഉള്ളൊന്നും കാണിക്കുന്നില്ല കേട്ടോ, നമ്മൾ വെളിയിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഈ ആമകളും മീനുകളും ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ സെക്യൂരിറ്റി റൂം എന്ന് പറയുകയാണെങ്കിൽ. ഈ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ നമുക്ക് കോട്ടൻ്റെ സെൻറ്ററിൽ കൂടെ നടന്നിങ്ങനെ പോവാം, കണ്ടില്ലേ. കുറേ അധികം ആൾക്കാർ വൈകുന്നേരത്ത് 4 മണിക്ക് ശേഷം കുറേ പേര് വരുന്നുണ്ട് അവിടെ. ഭയങ്കര തിരക്കാണ്. ഞാനിപ്പോൾ പോയത് കറക്റ്റ് 9 മണിക്കാണ്. 9:15 ആകുമ്പോഴാണ് ഞാൻ കോട്ടയിനുള്ളിൽ കയറിയത്. ഇവിടെ കുറേ അധികം ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല തിരക്ക് വരുന്ന സമയമാണ് 4 മണിക്ക് ശേഷം. 4 മണിക്ക് ശേഷം ഇവിടെ ഫുൾ നിരത്തി ആൾക്കാരായിരിക്കും. ഈ ഒരു തണുപ്പും അതുപോലെ തന്നെ നല്ല ഉച്ചയ്ക്ക് നല്ല വെയിലുണ്ടാകും കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് പോയാലും കാണാം. സ്ഥലം ഇതാ കണ്ടില്ലേ, നല്ല മീനുകളും കരിമീനുണ്ട്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും നല്ല അറിയപ്പെട്ട മീനാണ് കരിമീൻ. ആ കരിമീനുകളും അതുപോലെ തന്നെ ആമകളും നിറഞ്ഞൊരു കനാൽ പോലത്തെ ഒരു സംഭവമാണ് നമ്മൾ ഈ കാണുന്ന ഈ കോട്ടയിലുള്ള ആ കനാൽ. അത് കോട്ടൻ്റെ ചുറ്റും ഈ കനാലുണ്ട് കേട്ടോ. ഇതിലാണ് നിറയെയധികം ആമകളുണ്ട്, മീനുകളുണ്ട്. അടിപൊളി കണ്ടില്ലേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഇതേപോലത്തെ അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അതിനായി കാത്തു നിൽക്കുക. അപ്പോൾ ആ കാണുന്ന ബ്ലാക്ക് അത് മൊത്തം നമ്മുടെ കരിമീനുകളാണ് കേട്ടോ. ഇതാണല്ലേ, രാവിലെ തന്നെ കുറേ ആൾക്കാർ വരാറുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കോട്ടൻ്റെ ഉള്ളൊരു അമ്പലമുണ്ട് കേട്ടോ. ആ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ് ഈ കാണുന്നത്, കണ്ടില്ലേ. പണിക്ക് പോകുന്ന ആൾക്കാരൊക്കെയാണ് രാവിലെ തന്നെ കോട്ടൻ്റെ അമ്പലത്തിൽ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകണല്ലോ കേട്ടോ. നല്ല കറക്റ്റായിട്ട് കാണാൻ പറ്റിയ കരിമീനുകൾ, കണ്ടില്ലേ. കരിമീനുകളും നിറയെ ആമകളും നിറഞ്ഞ ഒരു കനാൽ, കണ്ടില്ലേ. ആൾക്കാർ കാണാൻ വേണ്ടി ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. ആൾക്കാർ ചിലപ്പോൾ എന്തെങ്കിലും അതിന് വേണ്ടി തീറ്റ എന്തെങ്കിലും ഇട്ട് കൊടുക്കും. അപ്പോൾ അത് കണ്ട് നോക്കണ്ടില്ലേ. നിറയെ അധികം ആമയുണ്ട് കേട്ടോ. എത്ര ആമയുണ്ടെന്ന് തന്നെ അറിയില്ല. ആ കോട്ട ചുറ്റും ഈ കനാലുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എത്ര ആമകളുണ്ടെന്ന് അറിയില്ല കേട്ടോ. ഒന്നാണ് കോട്ടയുടെ മുകൾ വശത്തിട്ട്, അതായത് ആ ബ്രിട്ടീഷിൻ്റെ കഥകളൊക്കെ അതാണ്ടില്ല കാണുന്ന അതിൻ്റെ നേര് ഓപ്പോസിറ്റുള്ള ഒരു സംഭവത്തിൽ നമ്മൾ കയറാൻ പോകണം കേട്ടോ. അവിടെ നിന്ന് നമ്മൾ വ്യൂ പോയിൻ്റ് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞ ആ വ്യൂ പോയിന്റിലേക്ക് കാണാൻ പറ്റിയ സ്ഥലം, അതായത് നമ്മൾ ആ കാണുന്ന ആ ചെടികൾ നിറഞ്ഞ ആ ഒരു കയറ്റം ഉണ്ടല്ലോ, അതിൽ നമ്മൾ കയറിയിട്ട് അവിടുത്തെ വ്യൂ പോയിന്റ് നമ്മൾ കാണുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ആ കയറ്റം നടക്കാം. ഒരു കയറ്റം തന്നെയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പുറത്തൂടെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കൂടെ കയറാൻ പറ്റുന്നവർ കയറാൻ പറ്റും. ഞാനിപ്പോൾ അതിൽ കൂടെ കയറിക്കൊണ്ടിരിക്കുന്നത്. അടുത്തതാണ് നമ്മൾ പോകാൻ പോകുന്നത് കോട്ടയുടെ അമ്പലം കേട്ടോ. നമ്മൾ അമ്പലത്തിനുള്ളിൽ കയറാൻ പോവുകയാണ്. അവിടെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് കുട്ടികളെയും കൊണ്ടും തൊഴുതാനൊക്കെ. പക്ഷെ നമ്മൾ അതിനുള്ളിൽ പോകാൻ പോവാണ്. ഇതാണ് അമ്പലം. ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ആ അറ്റം വരെ അമ്പലത്തിൻ്റെ ആ വിളക്കുകളും എല്ലാം കത്തിച്ചിരിക്കുന്ന കാണാൻ പറ്റുന്നുണ്ടോ. ഈ കാണുന്ന തൂണാണ്. ഈ 2 തൂണും കുറേ കൊല്ലങ്ങൾക്ക് ശേഷം കെട്ടിയതാണെന്ന് പറയുന്നത് കേട്ടോ. എത്രയോ 100 വർഷത്തിൻ്റെ എത്രയാണ് തോന്നുന്നു. എന്തായാലും ഒരു 100 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അത്രയും 1900 1800 എത്ര കിട്ടിയതെന്നാണ് ആൾക്കാർ പറയണത് കേൾക്കൽ.
അപ്പോൾ ഇതാണ് ഉള്ളിലുള്ള അമ്പലം. കണ്ടില്ലേ, കുറേ ആൾക്കാർ വന്ന് പൈസയൊക്കെ ഇട്ടിട്ട് പോകുന്നുണ്ട്. ഇത് പൂജയൊക്കെ ആയിട്ട് ഒരു എന്തോ ഒരു ഉത്സവം ഉണ്ട് കേട്ടോ. കണ്ടില്ല, മൊത്തം അവിടെ നേരത്തെ മൊത്തം ചെടികളായിരുന്നു. അവിടെ നല്ല വൃത്തിയാക്കി പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ ഇവിടെ ആയുധ പൂജയായിട്ട് എന്തൊക്കെയോ ഉത്സവങ്ങൾ നടത്തിയ ഒരു സമയമാണ്. അപ്പോൾ ഇന്നത്തോടെ കഴിഞ്ഞിരിക്കുകയാണത്, നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇതുവരെയാണ് നമ്മുടെ എൻഡ്. ആ കാണുന്ന ഗേറ്റ് കണ്ടില്ലേ, ഗേറ്റ് വരെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഇതുവരെ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഗേറ്റിനപ്പുറത്ത് നമ്മൾ ഫസ്റ്റ് കണ്ട സെക്യൂരിറ്റി റൂമിൻ്റെ അപ്പുറത്തുള്ള ഹോളിൽ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. ടിക്കറ്റ് ഒരാൾക്ക് എത്ര 25 എത്രയാണ് തോന്നുന്നു. അപ്പോൾ അതിനുള്ളിൽ കയറി നമുക്ക് ഈ കോട്ട മൊത്തം ചുറ്റാൻ പറ്റും. ആ പഴയ ജയിലുകളൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ അവിടെ ജയിലുകളൊന്നും ഇല്ല കേട്ടോ, ജയിലുകളുണ്ട് പക്ഷേ ആളുകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ നേരെ അമ്പലമൊക്കെ കഴിഞ്ഞ് ആ എൻഡ് വരെ പോയിട്ട് നമ്മൾ നേരെ വെളിയിലോട്ട് പോകുന്നത്. വെളിയിലോട്ട് ഇറങ്ങാൻ പോകണ്ട. അതാണ്ട് നമ്മൾ ഈ ഗേറ്റ് കയറിയ നേരെ അമ്പലത്തും കുറേ ആൾക്കാർ രാവിലെ തന്നെ വരാറുണ്ട്. കണ്ടില്ല, തൊഴുതാനായിട്ടാണ് വരുന്നത്. അതുപോലെ കുറേ ആൾക്കാർ ഈ മനോഹരമായ തണുപ്പും എല്ലാം ആസ്വദിക്കാൻ വേണ്ടി വരാറുള്ള ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ബോർഡ് വെച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് നമ്മളിപ്പോൾ പോയ സ്ഥലത്തേക്കുള്ള വഴിയാണ് അവിടെ ആരോ മാർക്കായി കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു, അവനെ ഇപ്പോൾ കണ്ടത്. അവന് ഭയങ്കര നാണക്കേടാണ് വീട്ടിൽ വരെ. ഈ ഗേറ്റ് വന്നിട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം രാവിലെ ഉണ്ട് കേട്ടോ. രാവിലെ 5 മണി മുതൽ 8:30 വരെയും വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെയും വാക്കിങ്ങിന് നടക്കാൻ പറ്റിയ സ്ഥലം. അതായത് ഈ കോട്ട മുഴുവൻ ചുറ്റാനുള്ള സമയമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ആൾക്കാർക്ക് ഫാമിലിയോടെ വന്ന് ഇങ്ങനെ ഇരിക്കാനും പാട്ട് പാടാനും അങ്ങനെ കുറേ അധികം മനോഹരമായ സ്ഥലമാണത്. അതേപോലെ നമുക്ക് നടക്കാൻ എല്ലാത്തിനും പറ്റുന്നതാണ്. അപ്പോൾ ഇതാണല്ലേ, ഇതിൽ നമുക്ക് നടക്കാൻ പറ്റും കേട്ടോ. എന്താ, ആ ഗേറ്റിൽ കൂടി നടക്കാൻ പറ്റും. നേരെ നമുക്ക് ടിക്കറ്റൊന്നുമില്ല കേട്ടോ. അതിനെ നമുക്കിങ്ങനെ നടക്കാനൊക്കെ വരാം. ടിക്കറ്റൊന്നുമില്ല, ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കോട്ട. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഇഷ്ടപ്പെട്ടൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ എന്താണ് ഈ വീഡിയോ കാണുമെന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ. രാവിലെ തന്നെ ലോട്ടറിക്കാരനൊക്കെ ലോട്ടറി എടുക്കാൻ വന്നു തുടങ്ങി. അവരൊക്കെ ഇവിടെ ഉള്ളവരാണ് കേട്ടോ. ഇതാണ് വാടിക. ഇതിനുള്ളിൽ പോകാൻ അതിലുള്ള ടിക്കറ്റ് ആവശ്യമുണ്ട് കേട്ടോ. കോട്ടയെ പറ്റി കൂടുതലും വിശേഷങ്ങൾ ഇടുന്നതായിരിക്കും കേട്ടോ. അതായത് നമ്മൾ ടിക്കറ്റ് കൊടുത്ത് അതിൻ്റെ ബാക്കിൽ ആ ജയിലുകളും അതൊക്കെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അതിൽ ഞാനും എൻ്റെ മുഖവും ഉൾപ്പെടുത്തുന്നതായിരിക്കും. എന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, എന്നാലും അതിൽ നല്ലൊരു വ്ളോഗായിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.